കർമ്മം എപ്പോഴും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ? വേദം ഈ വിഷയത്തിൽ ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉദാഹരണം, വേദം പറയുന്ന ഉദാഹരണം എന്താണെന്നറിയാമോ? പശുക്കുട്ടി പശുക്കളുടെ കൂട്ടത്തിൽ സ്വന്തം തള്ളയെ തിരഞ്ഞു കണ്ടെത്തി ചെല്ലും പോലെ തീർച്ചയായിട്ടും ചെയ്ത കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ്. എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നു എന്ന് ആലോചിക്കുകയാണെങ്കിൽ, ഞാൻ ചെയ്തു പോയ കാര്യങ്ങളുടെയൊക്കെ ഫലം അത് ഞാൻ അനുഭവിക്കേണ്ടി വരുമോ? കർമ്മഫലത്തിനും കർമ്മം എന്ന് തന്നെയാണ് പറയുക, കർമ്മവാസന എന്നൊക്കെ പറയും. അത് വീണ്ടും കർമ്മം ചെയ്യാനുള്ള പ്രേരണയായി പ്രചോദനമായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കർമ്മം നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമോ എന്ന ചോദ്യം, അത് കർമ്മവാസനകളായി വീണ്ടും നമ്മെ വേട്ടയാടുമോ? തീർച്ചയായിട്ടും. രത്നാകരൻ്റെ കഥ വാൽമീകി രാമായണത്തിലില്ല, അധ്യാത്മരാമായണത്തിലാണുള്ളത്. അധ്യാത്മരാമായണത്തിലുള്ളത് കിളിപ്പാട്ടിലും പ്രതിഫലിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൽ രത്നാകരൻ്റെ കഥയില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും രത്നാകരൻ്റെ കഥ അറിയാം. എന്താ രത്നാകരൻ്റെ കഥ പറയുന്നത്? രത്നാകരൻ്റെ കഥ പറയുന്നത്, രത്നാകരൻ ഒരു കാട്ടാളനായിരുന്നു, വേടനായിരുന്നു. മക്കളെ പോറ്റുന്നതിന് വേണ്ടിയൊക്കെ മറ്റുള്ളവരെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സപ്തർഷികൾ സന്ദർശിക്കാനിടയായി. അവർ ചോദിച്ച ഒരു വലിയ ചോദ്യം, ആ ചോദ്യത്തിന് മുന്നിൽ പതറി രത്നാകരൻ ഭാര്യയോട് ചെന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞ മറുപടി നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അത് വാസ്തവം. അങ്ങനെയാണെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിഭ്രമിക്കേണ്ടതുണ്ട്. അപ്പൊ ചോദ്യം, എന്താ ഇതിനൊരു പരിഹാരമുണ്ട്. 3-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ സുവ്യക്തം പറഞ്ഞിരിക്കുന്നു, യജ്ഞാർത്ഥാത് കർമ്മണഃ അന്യത്ര അയം ലോകഃ കർമ്മബന്ധനഃ. യജ്ഞാർത്ഥം അല്ലാതെ കർമ്മം ചെയ്യുമ്പോഴേ കർമ്മം ബന്ധനകാരിയാവുള്ളൂ. ഇപ്പൊ ചെയ്തു പോയ കർമ്മങ്ങൾ നമ്മെ വീണ്ടും വേട്ടയാടാതിരിക്കാൻ, ഇനി ചെയ്യുന്ന കർമ്മങ്ങൾ ഡിപ്പോസിറ്റായി പോവാതിരിക്കാൻ എന്ത് വേണമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം യജ്ഞാർത്ഥം ചെയ്യൂ എന്നാണ്. അടുത്ത ചോദ്യം, യജ്ഞാർത്ഥം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് സ്വാമി ഇവിടെ വിശദീകരിക്കുന്നത് ഉചിതമാവില്ല. ഭഗവത്ഗീത 3-ാം അധ്യായം സവിസ്തരം പഠിക്കണം എന്ന് നിർദ്ദേശിച്ചുകൊള്ളട്ടെ. ഇപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, ചെയ്ത കർമ്മം നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും, സംശയമൊന്നുമില്ല. ഒരിക്കലും അതിന് വിലാസം തെറ്റുകയില്ല. കൃത്യമായിട്ട് പശുക്കുട്ടി പശുവിനെ തേടി എത്തും പോലെ എത്തിക്കോളും. അപ്പോൾ പക്ഷെ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെന്നിട്ടേ ഓർഡർ കൊടുത്തിട്ട് അത് കൊണ്ടുവരുന്ന സമയത്ത് എന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അവരിങ്ങനെ പറഞ്ഞു റൈസ് സൂപ്പ്, അത് ഇതുവരെ കേട്ടില്ല, എന്നാൽ പിന്നെ അതാവട്ടെ. കൊണ്ടു നോക്കുമ്പോൾ കഞ്ഞി. ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും, ഓർഡർ ചെയ്തു പോയി. അപ്പം യജ്ഞാർത്ഥം ചെയ്യുക, ഇതാണ് പരിഹാരം. അങ്ങനെയാണെങ്കിൽ കർമ്മം ബന്ധനമാവുകയില്ല. അതെങ്ങനെ ചെയ്യും എന്നുള്ള ചോദ്യം നിങ്ങൾ അന്വേഷിക്കൂ, ഉത്തരം കണ്ടെത്തൂ. ഇപ്പം വിസ്തരിക്കാൻ സമയമില്ല, അങ്ങനെ ചെയ്യുന്നത് അന്യായമാണ്.